അല്ല സാർ, ഇതൊരു വലിയ ഇൻഡസ്ട്രി കൂടിയാണ്. അപ്പോൾ വലിയ ഇൻഡസ്ട്രിയാണ്, ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായമാണ്. അതായത് ഇപ്പോൾ ഈ അമ്മയുടെ ഒരു താരനിശ്ചയമൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഇപ്പം കഴിഞ്ഞിട്ടൊരു സമയം കൂടിയാണ്. അത് ടെലികാസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നില്ല. അതിൻ്റെ അവസ്ഥ എന്താ നമുക്ക് കണ്ടറിയണം. അതല്ല, ഈ വ്യവസായത്തെ പൂർണ്ണമായും ഇപ്പോൾ ഈ നടന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ അങ്ങോട്ട് ഉടഞ്ഞു വീഴുമ്പോൾ ഇവരുടെ സിനിമകൾ കാണാൻ ഇനി ആളുകൾ എങ്ങനെ പോകും എന്നൊരു വലിയ പ്രശ്നമുണ്ട്. ദിലീപിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഞാൻ മനസ്സിലാക്കിയത് ദിലീപിൻ്റെ അവസാനത്തെ 3 സിനിമകൾക്കും OTT പോലും വിറ്റുപോയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ദിലീപിൻ്റെ സിനിമകൾ തുടർച്ചയായി തിയേറ്ററുകളിൽ പരാജയപ്പെടുന്നു. അത് ഈ കേസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വൈകാരികമായ വലിയ വിഷയം, സ്ത്രീകൾ ദിലീപിനെ കാണാൻ തിയേറ്ററിൽ പോകുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ അറിവാണ് സാർ. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി നമ്മുടെ ഈ മുഖ്യധാര നടന്മാർ ആരോപണത്തിൽ പെടുകയും ഇവരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിക്കുകയും ചെയ്താൽ ആ ഇൻഡസ്ട്രി തന്നെ ഇല്ലാതാകുന്നൊരു പശ്ചാത്തലമാണല്ലേ? ഇൻഡസ്ട്രി ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ സിനിമയുടെ കാര്യം പറയുമ്പോൾ സിനിമ ആരുടെ പേരിൽ അറിയപ്പെട്ടിരുന്നു? ഇവിടെ പ്രധാനപ്പെട്ട ബാനറുകളുണ്ടായിരുന്നു. മഞ്ഞിലാസ്, ഉദയ, മെരിലാൻഡ്, സെഞ്ചുറി, സെൻട്രൽ, അങ്ങനെ അറിയപ്പെട്ടിരുന്നേ. ഹരിഹരൻ സിനിമ, ഭരതൻ സിനിമ, ജോഷി സിനിമ, അങ്ങനെ അറിയപ്പെട്ടിരുന്നേ. ഒരിക്കലും ഒരു നടൻ്റെ പേരിൽ ഇവിടെ സിനിമ അറിയപ്പെട്ടിട്ടില്ല എന്നാലോചിക്കണം. നിങ്ങൾ എത്ര വലിയ സൂപ്പർ നടനായാലും എന്താ റോളുണ്ട്, വരൂ, അഭിനയിക്കൂ, കാശ് മേടിക്കൂ, പോകൂ, ആ രീതിയായിരുന്നില്ലേ ഇവിടെ? എന്ന് ഈ താരങ്ങൾ, നടന്മാർ ഈ സിനിമയിൽ കൈ കടത്തി തുടങ്ങി, അന്ന് സിനിമയുടെ നാശം തുടങ്ങിയെന്ന പക്ഷക്കാരനാണ് ഞാനിത് വെറുതെ പറഞ്ഞു. ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അവരൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ അവർ അഹങ്കാരം കാണിക്കണം എന്നല്ലേ. അതൊക്കെ പിന്നെ ആരോടും കീഴടങ്ങേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരുത്തിനോടൊരു കമ്മിറ്റ്മെൻറ്റ് ഇത്രയും വർഷത്തിനിടയിൽ ഉണ്ടായില്ല. ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നൊഴിച്ച് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ കൈ കടത്തുമ്പോൾ എന്താ, അവർ സിനിമ ഉണ്ടാക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിക്കുന്നു. ഇതിപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ ഇതിപ്പോൾ നമ്മൾ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ ചെറിയൊരു ഭാഗം മാത്രമേ കടിച്ചിട്ടുള്ളൂ. വലുപ്പം കെടുക്കുകയാണത്. അത് പുറത്ത് വരില്ല, അത് വരാൻ പറ്റില്ല എന്നാലോചിക്കണം. അപ്പോൾ ഇവരെ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഏകാധിപത്യം ആദ്യം പൊളിക്കണമെന്നുള്ളതാണ് സിനിമയുടെ. മറ്റൊന്ന്, ഒരു ഏറ്റവും ബോറായിട്ടുള്ള കാരവൻ സംസ്കാരം വന്നിട്ടുണ്ട് ഇവിടെ എന്നാലോചിക്കണം. ഈ കാരവൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ കാരവന് ഉള്ളിലാണ് സിനിമയ്ക്കുള്ളിലെ കളികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ താങ്കൾക്കോ എനിക്കോ ധൈര്യം ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ കയറി ചെല്ലാൻ പറ്റില്ല. അതിന് ശരിക്ക് നമ്മുടെയൊക്കെ കൂട്ടിക്കൊടുപ്പുകാരെന്ന് പറഞ്ഞ വാക്കുണ്ട്. ഈ കാരവന് കാവൽ നിൽക്കും കുറച്ച് പേര്. അതോടെ ആരെങ്കിലും അവിടെ അടിക്കാൻ കഴിക്കില്ലല്ലോ. കാവലിന് കാര്യം നിൽക്കുന്നതാ, അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഇടപെടുകയാണെങ്കിൽ സിനിമാ രംഗത്ത് കാരവൻ സംസ്കാരമൊന്നും വേണ്ട. കാരവനുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി കയറാവുന്നൊരു കാരവൻ സംസ്കാരം കൊടുത്താൽ മതി. പറയുമ്പോൾ നായകനോ നായിക മാത്രമല്ല, അല്ലാത്ത സ്ത്രീകൾ അഭിനയിക്കുന്നുണ്ട്. ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരല്ല, അവർക്ക് മാസത്തിലുള്ള സംഭവങ്ങളുടെ പീരീഡ്സ് ഉണ്ടില്ലേ, അത് അനുഭവിക്കേണ്ട അവരാണെന്ന് ആലോചിക്കണം. അതിനുള്ള സൗകര്യങ്ങൾ അവർക്ക് ഇല്ല എന്ന് പറഞ്ഞു. സൗകര്യം കൊടുക്കാറുണ്ടോ? അത് വെച്ചിട്ട് പോലും ഇവരോട് ആഗ്രഹം പ്രകടിപ്പിച്ചവരുണ്ടെന്ന് ആലോചിക്കണം. എത്ര അതിനെ വാക്കുകൾ എന്താ ഉപയോഗിക്കുക? അപ്പോൾ ഗവൺമെൻറ് ചെയ്യുമ്പോൾ അത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചെയ്യണം എന്താണെന്നറിയാം. ഇപ്പോൾ ഗവൺമെൻറ് ആരെ സംരക്ഷിക്കുന്നത്? ഗവൺമെൻറ് ഇതിൻ്റെ രണ്ടാം ഭാഗം, നമ്മൾ ഇതിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വിട്ടിട്ടില്ല. ഈ രണ്ടാം ഭാഗത്തിലാണ് ഈ മാന്യ മഹാന്മാരുടെ പേരുകളുള്ളതെന്ന് ആലോചിക്കണം. ഈ നിധി പേടകം എന്നൊക്കെ പറയില്ലേ, ആ നിധി പേടകത്തിലാണ് ഈ വമ്പന്മാരുടെ പേരുകളുള്ളത്. ഈ പേരുകൾ പുറത്തു വിട്ടാൽ സിനിമയ്ക്ക് മാത്രമല്ല കോട്ടം, സത്യപ്രതിജ്ഞ ചെയ്ത ആൾക്കാർക്കും ദോഷമുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അതെങ്ങനെ പുറത്തു വിടും? അത് പുറത്തു വിടാതിരിക്കാൻ വേണ്ടി നോക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ മുഹമ്മദ് തുക്കളക്കൊന്ന് കേട്ടിട്ടുണ്ട്, മണ്ടത്തരം കാണിച്ച ആൾക്കാർ. അങ്ങനെ മണ്ടത്തരം കാണിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് ആലോചിക്കണം. എത്ര പറഞ്ഞില്ലേ, ആദ്യം ഭരണഘടനയെ തുറന്നു, രാജിവെക്കേണ്ടി വന്നു. വാ തുറന്നാൽ മണ്ടത്തരം. മണ്ടത്തരമല്ല, അഹങ്കാരം കൊണ്ട് പറയുന്നതാണെന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്താ മിണ്ടാത്തത്? ആവശ്യത്തിന് മിണ്ടുന്നുള്ളൂ. മിണ്ടാൻ അറിയാഞ്ഞിട്ടൊന്നല്ല, സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവുന്ന അറിയാം, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സംരക്ഷിച്ചോ. നിങ്ങൾക്ക് സംരക്ഷിക്കണമെങ്കിൽ അതിന് ഏതെല്ലാം വഴികളുണ്ട്. ജനങ്ങളോട് നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കൂ.